മാധവ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീ എം ഡി വാസുദേവൻ നായരുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയാണ്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ കഥ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു പന്തിരാണ്ടിന് ശേഷം ലീലയെപ്പറ്റി ഞാനിന്ന് ഓർത്തുപോയി. ലീലയെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം, തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞുകൊള്ളട്ടെ, അവൾ എൻ്റെ സഹോദരിയാണ്. ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടയിൽ നിന്ന് കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ്. അതിന്റെ നിറം മങ്ങിയിട്ടുണ്ട്. സ്ഫടികം കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾക്ക് മാത്രം ഒരു മങ്ങലുമില്ല. ഒരു സഹോദരി ഇല്ലാതെ പോയതിന്റെ ആത്മനമ്പരമാണ് ഈ കഥ. കഥ ഞാനിന്ന് ചുരുക്കി പറയാം. എം ഡിയുടെ തന്നെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത്. എം ഡി എന്ന കൊച്ചു വാസുവിന് അന്ന് 10 വയസ്സ് പ്രായം. എം ഡി ഉൾപ്പെടെ 4 ആൺമക്കളാണ് അവർ. വാസു ഏറ്റവും ഇളയതാണ്. ഒരു സഹോദരി ഇല്ലാത്തതിന്റെ ദുഃഖം അവർക്കെല്ലാവർക്കും ഉണ്ട്. എം ഡിയുടെ അച്ഛൻ സിലോണിലായിരുന്നു ജോലി. സിലോൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ശ്രീലങ്ക. ഒരിക്കൽ 6 വർഷത്തിന് ശേഷം അച്ഛൻ നാട്ടിലേക്ക് വരികയാണ്. എം ഡിക്കാണെങ്കിൽ അച്ഛനെ കണ്ട ഓർമ്മയില്ല. കാരണം 4 വയസ്സിൽ അമ്മയുടെയും സഹോദരന്മാരുടെയും കൂടെ നാട്ടിലോട്ട് വന്നത് കാരണം എം ഡിക്ക് അച്ഛനെ കണ്ട ഓർമ്മയില്ല. അപ്പം അച്ഛൻ വരുന്നത് കാരണം സ്കൂളിൽ ഒന്നും പോകാതെ 4 പേരും അച്ഛനെ കാത്തിരുന്നു. അങ്ങനെ അച്ഛൻ വന്നു. വാസുവിനെ വാരിയെടുത്ത് സ്നേഹിച്ചു. അച്ഛനെ നല്ലതുപോലെ കണ്ടതിന് ശേഷമാണ് വാസു മറ്റൊരു അത്ഭുതം കാണുന്നത്. അച്ഛന്റെ കൂടെ ഒരു പെൺകുട്ടി. 6 വർഷത്തിന് ശേഷം വരുന്ന അച്ഛനേക്കാളും എല്ലാവരുടെയും ശ്രദ്ധ ആ പെൺകുട്ടിയിലായിരുന്നു. അച്ഛൻ ആ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി. സുഹൃത്തിന്റെ മകളാണെന്നും സുഹൃത്തിന്റെ മരണശേഷം താൻ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നുവെന്നും. എന്നാൽ ആ കഥ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. അവിടെ മുറുമുറുപ്പുകൾ പൊങ്ങുന്നു. അന്ന് രാത്രി അച്ഛനും അമ്മയും തമ്മിൽ കടുത്ത വാദപ്രതിവാദം നടന്നു. ആ കുട്ടിയാണെങ്കിൽ ആരോടും മിണ്ടുന്നുമില്ലായിരുന്നു. അവളുടെ കൂട്ടിക്കൊണ്ടുവന്ന അച്ഛനോട് മാത്രമാണ് അവൾ എന്തെങ്കിലും സംസാരിക്കുന്നത്. ഇവരോട് ആരോടും ആ കുട്ടി അടുത്തില്ല. ആ കുട്ടിയുടെ കയ്യിലൊരു റബ്ബർ മൂങ്ങയുണ്ട്. അത് കൊച്ചു എം ഡിക്ക് വളരെയധികം ഇഷ്ടമായി. പക്ഷെ അവൾ അത് കാണിക്കാതെ പെട്ടിയിൽ വെച്ച് പൂട്ടി. വാസുവിന് വലിയ സങ്കടമായി. അന്ന് രാത്രി അച്ഛൻ ലീലയ്ക്ക് വാസുവിനെ പരിചയപ്പെടുത്തി. മോളെ, ഇത് നിന്റെ സഹോദരനാണെന്ന് പറഞ്ഞു. അന്ന് കുടുംബത്തിൽ ചുഴലിക്കാറ്റ് വീശി. അമ്മയും അച്ഛനും തമ്മിൽ ലീലയെ ചൊല്ലി വഴക്കാരംഭിച്ചു. അമ്മയുടെ ആങ്ങള മാധവമാമൻ സിലോണിലാണ് ജോലി. ലീല അച്ഛന്റെ മകളാണെന്ന് മാധവമാമൻ അമ്മയെ അറിയിച്ചു. എന്തായാലും എല്ലാവരുടെയും എതിർപ്പിന്റെ ഫലമായി അച്ഛൻ ലീലയെ കൊണ്ട് പിറ്റേന്ന് പടിയിറങ്ങി. പോകാൻ നേരത്ത് ആ റബ്ബർ മൂങ്ങ അവൾ വാസുവിന് കൊടുത്തു. ഇതാണ് ആ കഥയുടെ രത്നചുരുക്കം. ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊച്ചു എം ഡിക്കുണ്ടായിരുന്നു അവളെ അച്ഛൻ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് പോകണമേ എന്ന്. പക്ഷെ എല്ലാവരുടെ എതിർപ്പ് കാരണം അച്ഛൻ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുപോയി. എങ്കിലും ഇതിൻ്റെ അകത്ത് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോകാം. സഹോദരിമാരില്ലാത്ത ദുഃഖം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഒരു പെങ്ങൾ ഉണ്ടാവുക നല്ലൊരു കാര്യമാണത്. എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും ചേട്ടത്തിമാരും അനിയത്തിമാരുമുണ്ട്. ഗോപിയുടെ പുസ്തകങ്ങളും കലണ്ടർ ഏടുകൾ കൊണ്ട് ഭംഗിയായി പൊതിഞ്ഞു കൊടുക്കുന്നത് ബാനുചേച്ചിയാണത്രേ. അവന്റെ ബാനുചേച്ചിയാണ് പുസ്തകങ്ങളിൽ പേരെഴുതി കൊടുക്കുന്നതും. എന്ത് ഭംഗിയാണ് അക്ഷരങ്ങൾക്ക്. കരുണാകരന്റെ പെങ്ങൾക്ക് കല്യാണമുണ്ടായി. എന്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. കാരണം എനിക്കൊരു പെങ്ങളില്ല. അച്ഛന്റെ കൂടെ വന്ന ആ സിംഗള പെൺകുട്ടിയെ വർണ്ണിക്കുന്ന ഭാഗവും വളരെ ഭംഗിയായിട്ട് തോന്നും. വിളറിയ നിറത്തിൽ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്തുവരെ വളർത്തിയ ചുരുണ്ട ചെമ്പൻ മുടിയുമുള്ള ഒരു പെൺകുട്ടി. വെളുത്ത സിൽക്കിൽ ചുവന്ന വലിയ പൂക്കൾ വളർത്തിയ ഒരു ഗൗണാണ് ഇട്ടിട്ടുള്ളത്. എന്നെക്കാളും ഉയരം കാണും. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ചെമ്പൻ മുടിയോടുകൂടിയ വിളറിയ മുഖമുള്ള ആ സിംഗള പെൺകുട്ടിയുണ്ട്. അതാണ് എഴുത്തിന്റെ ശക്തി. അതുപോലെ തന്നെ റബ്ബർ മൂങ്ങയെപ്പറ്റി വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. ഒരു കാലത്ത് റബ്ബർ മൂങ്ങ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. അതിന്റെ ഉടമസ്ഥനായതിൽ ഞാൻ അഭിമാനിച്ചിരുന്നു. അത് സഞ്ചിയിൽ വെച്ച് സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ സ്വയം ഒന്ന് ഉയർന്നതുപോലെ തോന്നി. കാരണം അപ്പക്കുട്ടന്റെ പളുങ്കിട്ടപ്പിയേക്കാളും എംബ്രാൻകുട്ടിയുടെ മൗത്തോർഗനേക്കാളും മുന്തിയതാണ് എന്റെ റബ്ബർ മൂങ്ങ. അവസാനം ആ റബ്ബർ മൂങ്ങ കൊച്ചു എം ഡിക്ക് കൊടുത്തിട്ടാണ് ആ സിംഹൾ പെൺകുട്ടി യാത്രയാകുന്നത്. അച്ഛൻ മുന്നിലും ലീല പുറകിലുമായി പടിയിറങ്ങി. ദൂരെ സൂര്യകാന്തി പൂക്കളും നീല പട്ടുനാടയും കാഴ്ചപ്പാടിൽ നിന്ന് മറഞ്ഞു. 12 ശേഷം ഞാനിന്ന് ലീലയെക്കുറിച്ച് ഓർത്തുപോയി. പ്രിയപ്പെട്ട സഹോദരി, നാഴികകൾക്കപ്പുറത്തു നിന്ന് ഞാൻ മംഗളം നേരുന്നു. എഴുത്തുകാരനെപ്പോലെ തന്നെ വായിക്കുന്ന ഓരോരുത്തരിലും ഒരു വേദനയുണ്ടാക്കുന്നതാണ് ഈ കഥ. കൂടാതെ ഒരു ചോദ്യവും അവശേഷിപ്പിക്കുന്നു. ലീല ഇപ്പോൾ എവിടെയായിരിക്കും? എം ഡി പിന്നീട് ലീലയെ കണ്ടുവോ? ഉത്തരമില്ല. വായന ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നല്ല വായനാനുഭവം നൽകാൻ ഈ ചെറുകഥയ്ക്ക് കഴിയും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുസ്തകവുമായി മാധവ മലയാളത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം.